ഹായ്, ഇന്നത്തെ പരിപാടി എന്തായാലും ഇന്നിപ്പോൾ ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ നേരിട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഞാൻ മാറാല തട്ടലൊക്കെ അതിനൊക്കെ നിന്നു, മാറാലൊക്കെ തട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ജനലും വാതിലൊക്കെ തുടയ്ക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ലീവുള്ള സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത് കേട്ടോ. കാരണം അമ്പാടിനെ നോക്കലും ഈ പണിക്കും കൂടി നടക്കില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓർക്ക് ലീവ് ഉണ്ടാകുമ്പോൾ പിന്നെ ഓല് അമ്പാടിനെ നോക്കിക്കോളൂല്ലോ. അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ അമ്മയും ഞാനും കൂടി ഓരോ ഭാഗങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കി വരുന്നുണ്ട്. അപ്പോൾ അടുക്കള ഭാഗമാണ് ഇപ്പോൾ ഞാൻ വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അടുക്കളേൻ്റെ അടുത്ത വാതിലും അതേപോലെ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇതാ കുപ്പികളൊക്കെ ഉണ്ട് കബോർഡിൽ, കുറേ പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന കുപ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ നേരിട്ടാണ്. കഴുകണമെന്നില്ല, ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ കഴുകി കുപ്പികളൊക്കെ കലയിരിക്കുമ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് പൊടിയും ചളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുക്കള പുറത്ത് കത്തിക്കുമ്പോൾ ആ പുക മുഴുവൻ വരുന്നത് ആദ്യം. അപ്പോൾ അത് കാരണം ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ നേരിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ തുടക്കം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് ആദ്യം ഒന്ന് തുടച്ച് പുറത്തേക്ക് വെച്ച് പിന്നെ കബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ. കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും പിന്നെ മാറാലിയും പിന്നെ വേട്ടാളം കൂടെ കുത്തി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇതാ ഇനി പുറത്തത്തെ ജനലും വാലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ജനലിൻ്റെ പൊളിയൊക്കെ തുടയ്ക്കാനൊന്നും അധികം പാടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളത്തെ അടിയാളുണ്ടല്ലോ, അത് തുടയ്ക്കാൻ ഭയങ്കര പണി. കാരണം അതിൻ്റെ മുകളിലൊക്കെ പൊടി ചളിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ. ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് തുടയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ട്രിപ്പിലാണ് തുടച്ച് പിന്നെ രണ്ടാമത് നല്ല വെള്ളം കൊണ്ടാണ് കഴുകി തുടയ്ക്കാതെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ തട്ടലും കൊട്ടലും വൃത്തിയാക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ കർക്കിടക സംക്രാന്തി അല്ലേ, അപ്പോൾ നമ്മൾ മൊത്തം വൃത്തിയാക്കണ്ട, ഒരു മൂലൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കണ്ടേ. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്പാടീന് പൂനി സോനിന് നോക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ ഉമ്മർത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ തോടൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ തോട്ടിക്കൊക്കെ വെച്ചപ്പോൾ അമ്പാടി ഇവരെ കാണാതെ ഇറങ്ങും. അപ്പോൾ പേടിച്ചിട്ടാണ് ഇടയ്ക്കൊന്ന് നോക്കുന്നത് കേട്ടോ. ഇങ്ങനെ വിളിക്കണൊക്കെ ഉണ്ട്, അവിടെ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മറത്തെ ഒക്കെ വാതിലും പിന്നെ ജനലൊക്കെ എല്ലാ ജനലും ആദ്യം കൊണ്ട് തുടച്ചെടുത്തു. ഇനി വാതിലുകളാട്ടോ തുടയ്ക്കാനുള്ളത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വാതിലും ജനലൊക്കെ എന്താ പറയുക കഴുകി നമ്മൾ പാറത്തിൻ്റെ ഇല്ലേ അതുകൊണ്ട് ഉരച്ച് കഴുകണം. അതുകൊണ്ടൊക്കെ ഉരച്ചാൽ പിന്നെ വാതിലൊക്കെ നല്ല വൃത്തിയാകും. വാതിലും ജനലും കട്ടിലും ഒക്കെ നമ്മൾ അതുകൊണ്ടാണല്ലോ കഴുകി വൃത്തിയാക്കുക പാറത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പാറത്തിൻ്റെ ഒന്നും കാണാൻ തന്നെ ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ട് തന്നെ അല്ലേ പാറത്തിൻ്റെ. ഞങ്ങളവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ പാറത്തിൻ്റെ ഇല്ല. ഇപ്പം ഇനി ആരും അങ്ങനെ പാറത്തിനോട് വരയ്ക്കുകയും ചെയ്യില്ല. ഈ കട്ടിലും വാതിലും ജനലുമൊക്കെ നമ്മൾ പോളിഷ് ചെയ്തും പെയിൻ്റ് അടിക്കുകയും ചെയ്യുന്ന കാരണം ആരും അതുകൊണ്ട് വരയ്ക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാവരും ബക്കറ്റിൽ കുറച്ച് സോപ്പും വെള്ളം കലക്കും മറ്റൊന്നാൾ തുടയ്ക്കും കേട്ടോ. അങ്ങനെയല്ല ചെയ്യല്. അപ്പോൾ ആ പണീൻ്റെ ഇപ്പോൾ ഞാനും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അധികം പണിയില്ല. നമ്മൾ പാറത്തിൻ്റെ ഉള്ളൊക്കെ വരതാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും വരച്ച് വൃത്തിയാക്കി കഴിയില്ല. അപ്പോൾ അത് പിന്നെ എല്ലാ ചെറിയ വീടായാലും വലിയ വീടായാലും പണി ഒരേപോലെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അരും മൂലൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി. ഇനി കാൽമറേൻ്റെ മുകളിലുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ. ഞാൻ എത്ര ഒതുക്കി വെച്ചാലും മക്കൾ അതെടുത്തിട്ട് അവർക്കും ഇവിടേക്ക് ഇട്ടിട്ട് ഒക്കെ പരത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് അതിൻ്റെ മുകളിലൊക്കെ നിറച്ചും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. മാറാലൊക്കെ തട്ടിൻ്റെ ഒക്കെ പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി അവിടെയും കൂടെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആൽമാറ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ റൂമത്തെ അമ്മ കിടക്കുന്ന റൂമത്തെ ആൽമാറ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ തുടക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറേ അമ്പാടിയിലെ കുറേ കളിക്കുന്ന സാധനങ്ങളും കുതിരാളും കുറേ ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടി പുറത്തിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജല്ല കേട്ടോ. ഫ്രിഡ്ജ് കേടന്നിട്ട് കുറേ ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നറിയാം, എന്താ പറയുക, ഇത് ചെയ്യും, പാത്രങ്ങളും കറണ്ട് അടുപ്പും മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അവിടെയാണ് ഒതുങ്ങിയിരിക്കുമല്ലോ. ഇട്ടാകുമ്പോൾ താഴത്തൊക്കെ വയ്ക്കുമ്പോൾ തട്ടി മുട്ടിയിട്ട് അതൊക്കെ കേടായിരുന്നു വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കളയണ്ട, നമുക്കത് ആവശ്യം എന്താ പറയുക ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ആവശ്യം വരുമല്ലോ. അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഇടാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ആൽമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടിയാണ് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കരുതിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട് മടക്കാൻ. അതൊക്കെ ഇനി പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് കരുതി. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടേ. ഇനിയിപ്പോൾ അത് പിന്നെ സാവധാനം ചെയ്താലും മതി. എത്ര മടക്കി ഒതുക്കി വെച്ചാലും അത് വലിച്ച് കളയിടും. അതാ അതും കഴിഞ്ഞ് മഴമരൊക്കെ തുടക്കൽ കഴിഞ്ഞു. കബോർഡൊക്കെ ഞാൻ വൃത്തിയാക്കിയപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ നല്ല വൃത്തിയിൽ കാണും. നാളെ ഇനി ഇതൊക്കെ വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അമ്പാടിയും ഒരു വിധം ചെയ്യും. പിന്നെ അപ്പവും തോന്നും പോലെ എന്തെങ്കിലും സാധനം എടുക്കും, അതേപോലെ ഒന്ന് വലിച്ച് അവിടേക്കും മുറിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിലമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇത് നിന്നത്. വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാൻ കരുതി. പിന്നെ വേണ്ടെന്ന് കരുതി. കാരണം മക്കൾ മണ്ണിൽ ചവിട്ടിയിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആകെ ചളി പിളിയാവും. കാരണം മുറ്റം നിറച്ചും മണ്ണും ചളിയും പിളിയായിട്ട് കിടക്കുക കേട്ടോ മഴ ചെയ്തിട്ട്. അപ്പം ഇനി സോപ്പും വെള്ളം ഇട്ടിട്ടാണ് കഴുകിയെടുക്കാൻ കരുതി. ഞാൻ എന്താ പറയുക ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് സോപ്പും വെള്ളം ഇട്ടിട്ട് കലക്കിയിട്ട് നല്ല അങ്ങോട്ട് കഴുകിയെടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും.